ഹലോ, ഇന്ന് സംക്രമമാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. തൊടിയക്കുളം കാഞ്ഞിരക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ. അവിടെ എൻ്റെ വല്യമ്മ, ഏച്ചി, ഏട്ടൻ, പിള്ളേരൊക്കെ ഉണ്ട് അവിടെ കാത്തു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. ഒരാൾ റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടെ അമ്പലത്തിലേക്ക് പോകാൻ. പാറൂസ് എടുത്തു. പാറു, ഏയ് ഹായ് പാറൂസേ, ഇതാരാ വാങ്ങിത്തന്നേ? അതെ, ആരാ വാങ്ങിത്തന്നേ? അമ്മയാ? അച്ഛമ്മയല്ല? അച്ഛനോടുത്തു. എവിടെ? ഇന്ന് നിനക്ക് അംഗൻവാടിയില്ല? എന്തേ? നീ എന്താ പോവാത്തേ? അതെയാ? അയ്യോ, നീ എവിടെയാ പോകുന്നേ? ഇത് എൻ്റെ ഏട്ടൻ്റെ വീടാണ്. ഇതെൻ്റെ ഏട്ടൻ്റെ മോള്. നമ്മളെല്ലാവരും കൂടി അന്നക്ക് സംക്രമമായതുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാണ്. നമുക്ക് പോകാം അമ്പലത്തിൽ. ആരാ ഇനി വരണ്ടേ? ആരാ വരണ്ടേ? അച്ഛൻ വരണോ? അച്ഛമ്മയാ? അച്ഛമ്മേന്റെ പേരെന്നാ? ശ്യാമളയാ? എനിക്ക് അച്ഛമ്മേനെയാ ഇഷ്ടം. പിന്നെ ഇഷ്ടം അമ്മനെയോ? അമ്മന്റെ പേരെന്നാ? അമ്മേന്റെ പേര് അറിയില്ല. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് ചമ്പുവാ? ചമ്പുവിന്റെ ശരിയായ പേരെന്നാ? അത് അപ്രതീക്ഷിതമായി നമ്മുടെ അപ്പൂസ് വരികയാണ്. ഒരു കൊടയിൽ 3 ആള്. ിടാനിരിക്കും എത്ര ദൂരമാണല്ലേ? മാറാറിതാ വീടുന്നു. ഹലോ ഗൈസ്, നമ്മളെ കാഞ്ഞിരക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്താറായി. ഓർമ്മ വെച്ച കാലം തൊട്ട് വരാൻ തുടങ്ങിയത് ഇവിടെ.
തുടച്ച് നക്കപ്പോ നക്കി അയ്യോ എൻ്റെ അപ്പു ഇത് പായസവും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. പായസം കുടിക്കരുത്. അവിടെ ദേവതമാർ ആടിപ്പാടി കളിക്കുന്ന നടനഗീതപാതി അലങ്കാരാദികളെ കണ്ടുകേട്ടൻ സരിപ്പാൻ വേണ്ടി ദേവന്മാരുടെ പരമോശശാലികളായ ഭൂമിയിലിറങ്ങി അന്ന് പഞ്ചായത്തിന് മറ്റ് മര്യാദകളെ കൊണ്ട് കർമ്മജയന്റെ പ്രകാരം ഇഷ്ടദേവതയാക്കള മാതാവ് കാഞ്ഞിരക്കുന്നവരിയെ നല്ലവണ്ണം മനസ്സുകൊണ്ട് പ്രാർത്ഥന ചെയ്യാം. പ്രാർത്ഥനകൾക്ക് ഫലവത്തുണ്ടാക്കി മോഹിച്ച ഫലവത്തമായി സാധ്യമാക്കിക്കൊണ്ട് അഭിമാനത്തിൽ കൂടി നിങ്ങൾക്ക് ഇനിയും ആത്മധൈര്യത്തിൽ കൂടി നിങ്ങൾക്ക് മുൻപോട്ട് കിടക്കുവാൻ ശരീരമാർക്ക് ഉള്ളതിൽ ഒരു പങ്കാത്ത ദേവിക്ക് വേണ്ടി അർപ്പിച്ചിന്. എന്താ നിനക്ക് ഇനി എന്താ ആഗ്രഹം എന്താണെന്ന് നമ്മളോട് കിട്ടിയിരിക്കുന്ന ജീവിതം കൊണ്ട് ഒരു ഫലവത്ത് കിട്ടിയെന്നാൽ ഞാൻ തുടങ്ങി വെച്ചതിനൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലാതെ പരാതികൾ ബാക്കിയായി കൂടി ദേവിയോട് ഏതിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വിജയകരമായിട്ട് അമ്മയിൽ വേദന കൂടാതെ നിങ്ങൾക്ക് അനുഭവിച്ചപ്പോൾ യോഗഭാഗ്യമമ്മ തന്നാപ്പരെ അല്പമായി ഭയപ്പെട്ട് മാതാവിന്റെ ശ്രീഭാഗം നമിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ലഭങ്ങളാണ് അമ്മയുടെ സന്താനങ്ങളാണ്. അന്നദാനം കൊടുത്തില്ലേ ആവട്ടെ സന്തോഷമായി മാതാവിന്റെ അരികിൽ വന്നിയതും എവിടെയും നല്ലൊരു മനസ്സിൽ കൂടി മുൻപോട്ട് നയിക്കുക. കിട്ടിയിരിക്കുന്ന സന്ധാനങ്ങളുമായിട്ട് എവിടെയും കിടക്കുന്ന നാളുകളിൽ എവിടെയും എനിക്ക് വേദന തരലേ എന്നുള്ള അപേക്ഷയാണ്. അതുകൊണ്ട് ഇല്ലാത്ത ഫലവത്ത് മാതാവ് ഉണ്ടാക്കി തരണമെന്നാൽ ഉള്ള ഫലവത്തെ കൊണ്ട് എന്താവുന്നത് എവിടെയും ഒരു തൃക്കണ കളിപ്പൊരിക്കലും പരിവാരത്തും കൊണ്ട് കിടക്കുന്നത് കൊണ്ട് 6 നാഴിയൊക്കെ 100 വേഷവും 176 ആയിരത്തുന്ന കളിയാമ്പള്ളി അറക്കപ്പുളക്കം വിളിച്ച് വനത്തിൽ വനതുർഗിയാക്കുന്നവളാ നിന്നാൽ ഉച്ചതിരിയോട് ചങ്ങാതി മുച്ചിരിഞ്ഞാൽ ചങ്ങാതിരക്കൊത്തിരും രുദ്രം കുടിക്കുന്നവളെ എൻ്റെ ഇച്ഛ വിളിച്ചാൽ എന്നാൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കൊന്നും അമ്മ തിരിച്ചവിടെ സ്നേഹമാ നമ്മ കൊടുത്തിന്. അതുകൊണ്ട് മനോദുഃഖങ്ങളെ മാതാവ് നീക്കി തരുവാനും ജീവിതം കൊണ്ട് എൻ്റെ ആഗ്രഹിക്കുന്ന ഫലവത്ത് ആഹ്ലാദപ്രകാരം അനുഭവിക്കുവാൻ എനിക്ക് മോഹിച്ച ഫലം വിളിച്ചിരിക്കുന്ന ആളുകളിൽ വ്യക്തമാതാവി കഴിച്ചാൽ അപ്പം തന്നെ നല്ലൊരു പൊട്ടിപ്പൊട്ടി ജേഠമാതാവിൻ്റെ കണ്ടപ്പോൾ കൂടി ഉണ്ടായപ്പോഴേ മലബാറിന്റെ ആൾമണിയിൽ അവിടെയെങ്കിലും സന്തോഷകരമായിട്ട് മാതാവിനെ കൂടിക്കഴിക്കുന്നതിന്റെ ഫലങ്ങളാണ്